ചോദ്യം വായിക്കുക. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. നമുക്കിത് 2-3 തരത്തിലൊക്കെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആദ്യം നമുക്കിതിനെ നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി ചെയ്യുന്നതും കാണിച്ചു തരാം, അല്ലാതെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും കാണിച്ചു തരാം. നമ്മുടെ ചോദ്യം നോക്കിയാൽ 2.5 സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. നമുക്കിതിന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്ന ഈ 2 × 2 ഗുണിക്കുക 4, 4 + 1, അപ്പം 5/2 എന്നാണ് 2.5 എന്ന് പറയുന്ന ആളുടെ ഫ്രാക്ഷൻ ഫോം. അതിലേക്ക് സ്ക്വയർ ഉണ്ട്. അതുപോലെ ഇവിടെ എങ്ങനെ ഇത് തമ്മിൽ ഗുണിക്കുക 2 × 1 + 1, അപ്പോൾ 3/2 എന്നാണ് 1.5 എന്ന് പറയുന്ന ആളുടെ ഫ്രാക്ഷൻ ഫോം. ഇനി സ്ക്വയർ എടുക്കുക. 5ൻ്റെ സ്ക്വയർ എത്ര? 25. 2ൻ്റെ സ്ക്വയറും പറഞ്ഞാൽ 4. അതുപോലെ ഇവിടെ 3ൻ്റെ സ്ക്വയർ 9/4. 4 കോമൺ ഫാക്ടറായിട്ട് താഴെ കാണിച്ചാൽ മതി. 2 പൊതുവായിട്ടുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് കാണിക്കാം. 25 - 9 എന്ന് മുകളിൽ കാണിക്കുക. 25ൻ്റെ 9 എത്ര? 16. താഴെ 4 ഉണ്ട്. 16/4 എത്രയാണ്? 4 എന്ന് നമ്മുടെ ഇവിടെ ഓപ്ഷൻ കിടപ്പുണ്ട്. ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. നമുക്കിതല്ലാതെ കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോണേ. ഈ ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. നമ്മളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇവിടെ a² - b² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ ഫോമാറ്റ് എങ്ങനെയാണ്? a + b × a - b. അപ്പോൾ a + b × a - b എന്ന് രണ്ടാക്കി നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 2.5 സ്ക്വയർ എന്നുണ്ട് അല്ലേ, മൈനസ് 1.5 സ്ക്വയർ എന്നുണ്ട്. ഈ 2.5 സ്ക്വയറിനകത്ത് 2.5 വേണം a ആയിട്ട് എടുക്കാൻ. 1.5 സ്ക്വയറിനകത്തുള്ള 1.5 വേണം b ആയിട്ട് എടുക്കാൻ. അപ്പോൾ അതനുസരിച്ച് എയും ബിയും നമുക്ക് കിട്ടിയെങ്കിൽ a + b × a - b എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 2.5 + 1.5, അതാണ് a + b. അതിനെ മൈനസ് ഇട്ട് പറ. 2.5 - 1.5. കണ്ടോ? ഇനി 2.5 1.5 കൂടെ നമുക്ക് എങ്ങനെ പ്ലസ് ചെയ്യാം? ഈ 2 1 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 3 എന്നായി. 1/2 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 1 അങ്ങനെ 3 1 4 എന്ന് നമുക്ക് പറയാം. ഇനി 2.5 ന്ന് 1.5 എങ്ങനെ കുറക്കാം? ഈ 1/2 അങ്ങോട്ട് കുറക്കുമ്പോൾ അങ്ങ് പോയി. 2ൻ്റെ അകത്തുനിന്ന് ഒരു 1 കുറച്ചാൽ എത്ര? 1. എന്നുവെച്ചാൽ 2.5 അകത്തുനിന്ന് 1.5 പോയാൽ മിച്ചം 1 ഉള്ളൂ. അപ്പോൾ ആൻസർ 4 × 1 എത്ര കിട്ടി? 4. അപ്പോൾ എങ്ങനെ ചെയ്താലും ആൻസർ മാറില്ല. ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏത് മെത്തേഡ് ചെയ്താലും ആൻസറാണ്.